ഹലോ നമസ്കാരം, എല്ലാവർക്കും ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ത്യയുടെ ഗോൾഡൻ ഹബ്ബ് എന്നറിയപ്പെടുന്ന തൃശ്ശൂരിൽ KGF പോലെ സ്വർണ്ണക്കനികളില്ല, മണ്ണിൽ സ്വർണ്ണത്തരികളില്ല. എന്നിരുന്നാലും സ്വർണ്ണ വ്യാപാരമാണ് തൃശ്ശൂരിന്റെ ജീവനാഡി. അതൊരു സംസ്കാരമാണ് തൃശ്ശൂർ പേരൂരിന്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ശക്തൻ തമ്പുരാൻ തുടങ്ങിവെച്ച സംസ്കാരം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിനെ കുറിച്ച് ആദ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരവും പുലിക്കളിയും ഒക്കെയാണ്. നഗരത്തിനൊത്ത നടുവിൽ വടക്കുന്നാഥനും അമ്പലത്തിനു ചുറ്റും വിശാലമായ തേക്കിൻകാട് മൈതാനവും. ഇവിടെ നിന്നാണ് തൃശ്ശൂരിന്റെ ഊർജവും പോസിറ്റിവിറ്റിയും ആരംഭിക്കുന്നത്. ഇതിനു ചുറ്റുമായി പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് നഗരത്തിന്റെ വ്യാപാര സംസ്കാരം. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ധനകാര്യ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന തൃശ്ശൂർ നഗരം വ്യാപാര മേഖലയിലും മുന്നിട്ട് നിന്നിരുന്നു. 1800കളുടെ ആരംഭം മുതൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്കുവഹിച്ചിരുന്ന തൃശ്ശൂരിന്റെ സമ്പദ്ഘടനയുടെ പ്രധാന ശക്തി നഗരത്തിന്റെ സാമ്പത്തിക ശേഷിയാണ്. ആദ്യകാലത്ത് ക്രിസ്ത്യൻ വ്യാപാരികൾ തുടങ്ങിവെച്ച ചിട്ടി ഫണ്ട് തൃശ്ശൂരിന്റെ ബാങ്കിംഗ് വ്യവസായത്തിന് വളരെയധികം സംഭാവനകൾ നൽകി. ഒരു കാലത്ത് രാജ്യത്ത് നടന്നിരുന്ന സാമ്പത്തിക ഇടപാടുകളിൽ കൊൽക്കത്ത, മുംബൈ പോലുള്ള മഹാനഗരങ്ങൾക്കൊപ്പം 2ാം സ്ഥാനവും 3ാം സ്ഥാനവും വഹിച്ചിരുന്നു തൃശ്ശൂർ നഗരം. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, CSB, ധനലക്ഷ്മി ബാങ്ക്, ഇസാഫ് തുടങ്ങിയ കേരളത്തിലെ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ആസ്ഥാനവും മണപ്പുറം, KSFE തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം കൂടെയാണ് ഈ നഗരം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 5000-ഓളം ചിട്ടി കമ്പനികളിൽ 3000-ഓളവും തൃശ്ശൂരിലാണ് പ്രവർത്തിക്കുന്നത്. മികച്ച സംരംഭകത്വവും സാമ്പത്തിക ശേഷിയുമാണ് തൃശ്ശൂരിന്റെ പരമ്പരാഗത ശക്തി. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായ തൃശ്ശൂർ സ്വർണം, വജ്രം, ബാങ്കിംഗ്, ടെക്സ്റ്റൈൽ തുടങ്ങിയ വ്യാപാരങ്ങൾക്ക് പേരുകേട്ടതാണ്. കേരളത്തിലെ നിക്ഷേപകരുടെ പ്രിയ നഗരമായ തൃശ്ശൂർ പ്രമുഖ മലയാളി സംരംഭകരുടെ വീടാണെന്നും അറിയപ്പെടുന്നു. ലുലു ഗ്രൂപ്പ്, കല്യാൺ ജ്വല്ലേഴ്സ്, കല്യാൺ സിൽക്സ്, ആലുക്കാസ് ഗ്രൂപ്പ്, ആലപ്പാട് ഗ്രൂപ്പ്, ജോസ്കോ ഗ്രൂപ്പ്, ചെമ്മണ്ണൂർ ഗ്രൂപ്പ്, ഗൾഫാർ ഗ്രൂപ്പ് തുടങ്ങി ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് ശൃംഖലകളുടെയെല്ലാം തുടക്കം ഈ നഗരത്തിൽ നിന്നായിരുന്നു. കൊച്ചി രാജ്യത്തിന്റെ തലസ്ഥാനം തൃശ്ശൂരാകണം എന്നതായിരുന്നു ശക്തൻ തമ്പുരാന്റെ സ്വപ്നം. അത് മുന്നിൽ കണ്ടുകൊണ്ട് ശക്തൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ മുസ്ലിസ് തുറമുഖത്ത് വന്നിറങ്ങിയ ക്രിസ്ത്യൻ മിഷണറിമാരെയും അറബികളെയും വ്യാപാരത്തിനായി തൃശ്ശൂരിലേക്ക് എത്തിച്ചു. കാലക്രമേണ സ്വർണ്ണ വ്യാപാരവും പണമിടപാടുകൾക്കായി ചിട്ടിസ്ഥാപനങ്ങളും ശക്തന്റെ മണ്ണിൽ തഴച്ചു വളർന്നു. ക്ഷേത്രങ്ങൾ അധികമുള്ളതിനാൽ ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള സ്വർണ്ണാഭരണങ്ങളും കൊട്ടാരത്തിലേക്കുള്ള സ്വർണ്ണാഭരണങ്ങളും ഉൽപ്പന്നങ്ങളും നിർമ്മിച്ച് തുടക്കമിട്ട സ്വർണ്ണാഭരണ മേഖല പിന്നീട് ചെറു ചെറു യൂണിറ്റുകളായി ലോകം മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ കയറ്റി അയക്കുന്ന സുവർണ നഗരമായി തൃശ്ശൂരിനെ മാറ്റി. തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന 3000-ലധികം സ്വർണ്ണാഭരണ നിർമ്മാണ യൂണിറ്റുകളിലായി 1,00,000-ഓളം വിദഗ്ധരും മറ്റു സഹായികളും പ്രത്യക്ഷമായും ഇതിനു പുറമെ 2,00,000-ഓളം ആളുകൾ പരോക്ഷമായും തൊഴിലെടുക്കുന്നു. പ്രതിവർഷം 7,000 കോടിയിലധികം രൂപയുടെ വ്യാപാരം നടക്കുന്ന തൃശ്ശൂരിലെ സ്വർണ്ണ മേഖല കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാന വരുമാന മാർഗമാണ്. സംസ്ഥാനത്ത് പ്രതിദിനം ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ 85% തൃശ്ശൂർ എന്ന സുവർണ നഗരത്തിൽ നിന്നും വരുന്നതാണ്. ദക്ഷിണേന്ത്യയിലെ സ്വർണ്ണ വ്യാപാരത്തിന്റെയും സ്വർണ്ണാഭരണ നിർമ്മാണത്തിന്റെയും ഏറ്റവും വലിയ കേന്ദ്രമാണ് സാംസ്കാരിക നഗരം കൂടിയായ തൃശ്ശൂർ. ഇവിടെ നിന്നും കച്ചവടം തുടങ്ങിയവരാണ് ലോകത്തിലെ തന്നെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പുകൾ ഭൂരിഭാഗവും. അവർക്കെല്ലാം തൃശ്ശൂരിൽ നിർമ്മാണ സൗകര്യവും ഷോറൂമുകളുമുണ്ട്. അതോടൊപ്പം നിരവധി ഹോൾസെയിൽ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളും നഗരത്തിൽ വ്യാപാരം നടത്തിവരുന്നത് സംസ്ഥാനത്ത് ഏറ്റവും ലാഭകരമായി സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന ഇടമാക്കി തൃശ്ശൂരിനെ മാറ്റുന്നു. തൃശ്ശൂർ നഗരത്തിന്റെ 25 കിലോമീറ്റർ ചുറ്റളവിലായി വ്യാപിച്ചു കിടക്കുന്ന സ്വർണ്ണാഭരണ നിർമ്മാണ യൂണിറ്റുകൾ പ്രധാനമായും തൃശ്ശൂർ, ചേർപ്പ്, പെരിഞ്ചേരി, ചൊവ്വൂർ, അമ്മാടം, അവിണിശ്ശേരി, നല്ലങ്കര, വേളൂക്കര, ആമ്പല്ലൂർ, വല്ലച്ചിറ, കിഴക്കമ്പാട്ടുകര തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. മുൻകാലങ്ങളിൽ തൃശ്ശൂരിന്റെ ഭൂരിഭാഗം ഗ്രാമപ്രദേശങ്ങളിലും കുടിൽ വ്യവസായമായി നിലനിന്നിരുന്ന സ്വർണ്ണാഭരണ നിർമ്മാണം കുറഞ്ഞ വേതനവും ഗവൺമെന്റുകളുടെ അവഗണനയും മൂലം തൊഴിലാളികളെല്ലാം മറ്റു മേഖലകളിലേക്ക് മാറുകയും ഇന്ന് മലയാളികൾക്ക് പുറമെ പശ്ചിമബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നുമുള്ള തൊഴിലാളികൾ